വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല, ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറാനിൽ പുതിയ ലീഡർഷിപ്പ് കയറി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ഇറാന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇറാനെ സമ്പൂർണ്ണമായും എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ച സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റഷ്യയും ചൈനയും ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല ലോക രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന സംഭവം എന്ന് പറയുന്നത്. കാരണം റഷ്യ കഴിഞ്ഞ ദിവസം ഇനി റെക്ലെസ് അറ്റാക്ക് എന്നാണ് പറഞ്ഞത്. ചൈനയാണെങ്കിൽ ഇറാന് മിസൈൽ സപ്ലൈ ചെയ്യാൻ ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകക്രമത്തിൽ വലിയൊരു ഷിഫ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം? ഇത് സ്വാഭാവികമായിട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടാകും എന്നല്ല, ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഈ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിലെ രണ്ട് മേഖലകൾ, ഒന്ന് മിഡിൽ ഈസ്റ്റും മറ്റൊന്ന് യൂറോപ്യൻ കൺട്രീസും. ഈ രണ്ട് മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം തന്നെയായിരിക്കും ഏൽപ്പിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ യൂറോപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സംഘർഷം ഇല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതും നമ്മളിൽ നിന്ന് വളരെ അകലെയല്ലേ എന്ന് കരുതും. പക്ഷെ ഇത് ലോകത്ത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടാനായിട്ട് ഈ രണ്ടിടങ്ങളിൽ ലോകത്തിന് കഴിയും എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാ രാജ്യങ്ങൾക്കും അതിന്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഇന്ത്യയും ചൈനയും തകർന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ബിസിനസിന്റെ ഒരു വലിയ ഭാഗം തകർന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ വളരെ കുറഞ്ഞ റേറ്റിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യങ്ങളാണിത്. കാരണം ഇതുമൂലമാണ് അമേരിക്കയിലടക്കം ഒരുപാട് രാജ്യങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു രാജ്യം അത് ഉണ്ടാക്കാനില്ലെങ്കിൽ ഈ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ, ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? അങ്ങനെ ഒരു വിഷയങ്ങൾ വരും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി അടുത്തത് എന്താണ് ഇറാനിൽ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്ന യുദ്ധം ഉടനെയൊന്നും തീരില്ല. ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങുമ്പോൾ അവർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു 4 ദിവസത്തേക്ക് ഉള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ എല്ലാവരും കരുതിയത് ഈ 4 ദിവസത്തിനകം ഒരു ചെറിയ ആക്രമണം നടത്തി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഇസ്രായേൽ അവരുടെ വലിയ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഇനിയിപ്പോ അവർക്ക് ഈ ആക്രമണവുമായി മുൻപോട്ട് പോകാൻ വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം ഇതിന്റെ നേതാക്കളെയും ഇറാന്റെ ചില ഭാഗങ്ങളെയും കൂടെ അടിച്ചു തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇസ്രായേലിനുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഈ ട്രംപിന്റെ അടുത്ത നീക്കം അതായിരിക്കില്ല. പകരം ട്രംപിന് ഇനിയിപ്പോ വേണ്ട ഒരു കാര്യം, ട്രംപ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് 1 വർഷത്തിനുള്ളിൽ ഇറാനിൽ പുതിയൊരു ഭരണം, അതായത് നമ്മൾ ഈ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ താൽക്കാലികമായി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക. അതിനുശേഷം പിന്നീട് ഒരു ഇലക്ഷനൊക്കെ നടത്തിയിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാനാണ് ട്രംപിനുള്ളത്. കാരണം ഇടാപിടി എന്ന് പറയുന്നത് നടക്കാൻ സാധ്യതയില്ല. കാരണം ഇതിന്റെ നേതാവ് സ്ഥലത്തില്ലല്ലോ, അയാൾ തിരിച്ചു വരണ്ടേ. ഈ പെഹലവി എന്ന് പറയുന്ന ആള് UK-ലാ, ഇവിടെ നാട് വിട്ടതാണ് വണ്ടി. ഇനി അയാൾ തിരിച്ചു വരണം. അയാൾ തിരിച്ചു വന്നാൽ ഒരു നേതാവാകത്തില്ല. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ സൂചന കണക്ക് ഒരു നേതാവിന്റെ പേര് പറഞ്ഞു, പെഷസ്കിയാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഒരു ചുമതല ഏറ്റേക്കും. കാരണം പെഷസ്കിയാൻ ഖമേനിയുടെ നോമിനിയാണ്, പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു സാധ്യതകളോ ഇല്ലാതില്ല. ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ തൽക്കാലത്തേക്ക് ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിലോ മറ്റോ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഇറാൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ്. ഇന്ത്യയുടേതായാലും ചൈനയുടേതായാലും റഷ്യയുടേതായാലും യൂറോപ്യൻസിനായാലും മിഡിൽ ഈസ്റ്റിനായാലും ഒക്കെ ഒരു ജംഗ്ഷൻ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇറാൻ തകരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഭരണകൂടം തകരുന്നു എന്നുള്ളതല്ല അതിനകത്തൊരു വിഷയം. അവിടുത്തെ ആ ഒരു മേഖല വഴി കടന്നു പോകുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വന്ന് സംഗമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിനാണല്ലോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പാകിസ്ഥാനിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ചരക്ക് ഗതാഗതം നടക്കുന്ന ചബാർ തുറമുഖം അവിടെയായിരുന്നു ഒന്നത്. രണ്ടാമത്തെ കാര്യം, അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ റഷ്യയുമായി ചേർന്ന് നടക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമാണ്. എല്ലാവർക്കും ഈ മേഖലയിൽ വേണ്ടപ്പെട്ട ഒരു രാജ്യമാണ് എന്നുള്ളത്. കാരണം ഈ രാജ്യങ്ങൾക്കൊന്നും ഇവരൊരു തലവേദന സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. റഷ്യക്ക് അവരൊരു തലവേദന സൃഷ്ടിച്ചില്ല, ചൈനയ്ക്കില്ല, ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴത്തെ ഭാഗത്ത് അഫ്ഗാനിസ്ഥാനാണ്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു തിക്തഫലം ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പാകിസ്ഥാൻ ആയിരിക്കും. പാകിസ്ഥാൻ ഒരു വലിയ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറി തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇറാൻ തകരുകയാണെങ്കിൽ ഈ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു വലിയ വിഭാഗം അഫ്ഗാനിസ്ഥാനിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ ഒന്ന് താലിബാനാണല്ലോ ഭരിക്കുന്നത്. സർവം വിളഞ്ഞാടാനും വിരിയാനും പറ്റിയൊരു സാഹചര്യം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ എത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് പാകിസ്ഥാൻ തന്നെയായിരിക്കും. കാരണം ഇത് ബലൂചിസ്ഥാനിലും പഖ്തൂൺ മേഖലയിലൊക്കെ ഇത്തരം ഗ്രൂപ്പുകൾ പിടിമുറുക്കുക എന്നല്ല, അഫ്ഗാനിസ്ഥാൻ അതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അത്തരത്തിലൊരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. പിന്നെ ഇറാനിൽ തന്നെ പല ഭാഗത്തും സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇതിനി ഏതൊക്കെ രാജ്യങ്ങൾ എങ്ങനെ മുതലെടുക്കും എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇറാന്റെ
ഒരു അനിശ്ചിതത്വം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ചൈനയായിരിക്കും. കാരണം ചൈനയാണ് ഇറാന്റെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം. ചൈനയുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യവും ഇറാനാണ്. അപ്പോൾ സ്വാഭാവികമായി ചൈനയ്ക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാനോ ഇല്ലേ മഡൂറോയുടെ കേസ് കണക്ക് മൗനത്തിലാകാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഈ യുദ്ധം നീണ്ടുപോകുമോ എന്നുള്ളത്. ധനുഷ് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇതിവിടെ. റഷ്യയും ചൈനയും എന്തെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, റഷ്യയും ചൈനയും ഇതിന്റെ പിന്നിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഇറാൻ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. അതായത് ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെയും മിസൈൽ ഇടുക, തിരിച്ച് മിസൈൽ വരിക, അങ്ങനെ മിസൈൽ വീണും ഇട്ടും ഇങ്ങനെ പോകുന്ന ഒരു മിഡിൽ ഈസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു പക്ഷെ കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പൊ ചൈന റഷ്യയും ഒക്കെ തീരുമാനിക്കുകയാണ്, ഇവിടെ ഇപ്പൊ തൽക്കാലം ആരും ഭരണത്തിൽ വരണ്ട, ഇതിങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് വലിയ സാങ്കേതിക ആയുധ സഹായങ്ങൾ ഈ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തുടർന്നു പോകും. ഇത് തന്നെയാണ് ട്രംപ് കാണുന്നതും. ട്രംപ് 4 ദിവസവും അല്ല പറഞ്ഞത്. ട്രംപ് പറഞ്ഞത് ഇത് ആഴ്ചകളോളം നീളുന്ന ഒരു സംഘർഷമായിരിക്കുമെന്നാണ് ട്രംപ് ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് തുടക്കത്തിലേ പറഞ്ഞത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അവരൊരു വലിയ ആയുധ സന്നാഹവും ഷിപ്പുകളും ഫൈറ്റർ ജെറ്റുകളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഇടേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത് നീണ്ടുപോകും വളരെ കാലം. അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് നിൽക്കാനുള്ള സാധ്യതകൾ ഇപ്പൊ നിലവിൽ കാണുന്നില്ല. ഒരു ഭരണകൂടം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു സിസ്റ്റം അല്ല ഇറാനിലെ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നത്. കാരണം ടെഹ്റാനിലടക്കം ഈ ഖമേനിക്ക് അനുകൂലിച്ചുകൊണ്ട് അവരുടെ ഒരു വലിയ പ്രതിഷേധവും വലിയ വിലാപങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഖമേനി വീഴുന്നതോട് ഇറാനികളെല്ലാം മിണ്ടാതെ നിൽക്കും, അതിന്റെ മുകളിൽ കൂടി ഭരണാധികാരി വരും എന്ന് ചിന്തിച്ചവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് മുൻപ് നമ്മൾ പറഞ്ഞത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇറാനും റഷ്യയും ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡ് അടക്കം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ മിഡിൽ ഈസ്റ്റിലുമൊക്കെ ബോംബുകൾ ഇട്ടും സംഘർഷം ഉണ്ടാക്കി ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം കണക്ക് കാലാകാലങ്ങളോളം നിൽക്കാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. അതിനാണ് ഇപ്പോൾ സാധ്യത കൂടുന്നതും. കാരണം ഇത് പെട്ടെന്ന് തന്നെ നാളെ രാവിലെ അവിടെ വെള്ളക്കൊടി പൊങ്ങുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ട്രംപ് പറയുന്ന ആൾ അവിടെ പ്രസിഡന്റായിട്ട് വരികയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇറാന്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും 2500 വർഷത്തോളം പഴക്കമുള്ള ഒരു സംസ്കാരമാണ്, ഇല്ലെങ്കിൽ അവർ പോരാടി നിൽക്കുന്ന ആളുകളുമാണ്. അപ്പൊ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഇവിടെ അത് മാത്രമല്ല, അമേരിക്ക ഈ ഇറാനിൽ പിടിമുറുക്കുന്നതിനോട് ഇന്ത്യ അടക്കം ഒരു രാജ്യത്തിനും വലിയ താല്പര്യവുമില്ല. അവരുടെ അണ്ടറിലേക്ക് ഈ രാജ്യം പോവുകയും അവരുടെ അണ്ടറിൽ കൂടെ ഈ കാര്യങ്ങൾ ബാക്കി മിഡിൽ ഈസ്റ്റിനെ അവർ നിയന്ത്രിക്കുകയും ഹോർമിസ് കടലെടുക്ക് അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനോട് ഒരു രാജ്യവും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിലില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് കുറച്ചുകൂടി വഷളാകാനുള്ള ഒരു സാധ്യതയാണ് പിന്നെ ഇവിടെ കാണുന്നത്. അതിനകത്ത് ഒരുപാട് ചേഞ്ച് ഇന്നലെ തന്നെ നമ്മൾ കണ്ടു. ഇതിനകത്ത് ഇന്നലെ ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ചില രാജ്യങ്ങൾ, ഒമാനായാലും ഖത്തറായാലും ഒക്കെ അമേരിക്ക നിർത്തണം യുദ്ധം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. ഇവിടെ റഷ്യ ഓപ്പണായിട്ട് തന്നെ വരുന്നു, ചൈന ഓപ്പണായിട്ട് തന്നെ വരുന്നു, ഇന്ത്യയൊക്കെ യുദ്ധം തീർക്കണം എന്നുള്ളൊരു ആവശ്യവുമായി മുമ്പോട്ട് വരുന്നു. അപ്പൊ ഈ രാജ്യങ്ങൾ ഒരു പൊതു ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ ട്രംപിന് തീരെഴുതി കൊടുക്കാൻ അവരൊരു പക്ഷെ പ്രത്യക്ഷത്തിൽ സമ്മതിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. ഇതിനെ ബാക്കിയുള്ളവരൊക്കെ കൂടെ രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതെന്തായാലും ഈ 3-4 ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. 3-4 നേതാക്കളെ വധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു 50 നേതാക്കളെ വധിക്കുന്നുണ്ടോ അവിടെ അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് വ്യക്തമായത്. കാരണം ആ രാജ്യത്തിന് 2 വിഭാഗമാണ്. ഒന്ന് ഖമേനി മരിച്ചതിൽ തന്നെ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു, ദുഃഖിക്കുന്ന ഒരു വലിയ വിഭാഗം വേറെയുമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ അമേരിക്കയോട് യാതൊരു താല്പര്യവുമില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി തീവ്രവാദികളാണ്. അവർക്ക് പിന്നെ തീവ്രവാദികളാകേണ്ട കാര്യമില്ല, അവർ ഓൾറെഡി അതാണല്ലോ. അപ്പൊ അവരും കൂടെ ഈ ഇറാനിൽ നിന്നുള്ളവനെ കുറിച്ച് സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന പാകിസ്ഥാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വെച്ച് കളിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്നീട് ശ്രമിക്കുന്നത്. കാരണം കുറച്ചുകൂടെ സൗകര്യപ്രദമായി അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബലൂചിസ്ഥാനിലായാലും ഖൈബർ പഖ്തൂൺ, ചൈനയ്ക്കും വലിയ താല്പര്യമായിരിക്കും അങ്ങനത്തെ ഒരു കേസ്. കാരണം ഇവരുടെ എല്ലാം ലക്ഷ്യം ഈ ബലൂചിസ്ഥാനിലുള്ള ഖനനവും പാകിസ്ഥാൻ തകരണമെന്ന് നമ്മുടെ ആഗ്രഹം. കാരണം ഈ തീവ്രവാദം അവരുടെ കയ്യിലിരിപ്പുണ്ട്. ബലൂചിസ്ഥാനിൽ എങ്ങനെയെങ്കിലും ഖനനം പൂർത്തിയാക്കി മുമ്പോട്ട് പോകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു. റഷ്യക്ക് അവർക്ക് ഈ മധ്യേഷ്യയിലേക്കുള്ള ഒരു മിഡിൽ ഈസ്റ്റിലും മധ്യേഷ്യയിലുമുള്ള അവരുടെ ഒരു പവർ നിലനിർത്തേണ്ട ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട രാജ്യം അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും. ഇറാൻ പൂർണ്ണമായി തകർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉയർന്നു വരാൻ ഇപ്പോഴത്തെ സാധ്യത ഏറ്റവും കൂടുതലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ തന്നെയായിരിക്കും. മറ്റൊരു ഇറാനായി അഫ്ഗാനിസ്ഥാനെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഉയർത്തിക്കൊണ്ട് വരുമെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുന്നത് ഈ സൗദി പോലെയോ UAE പോലെയോ ഒരു സാമ്പത്തിക ശക്തിയെ ഉയർത്തിക്കൊണ്ട് വരുമെന്നല്ല. ഇറാൻ എന്തായിരുന്നോ ഇനി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ആകും. ഈ ഇറാൻ പൂർണ്ണമായി ഛിന്നഭിന്നമാവുകയും അവിടുത്തെ ഭയങ്കര ഗ്രൂപ്പുകൾ ശക്തമാവുകയും ചെയ്താൽ നോക്കിക്കോളൂ, ഈ മധ്യേഷ്യയിൽ ഇറാന്റെ സ്ഥാനം ഇനി അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും. റഷ്യ, ചൈന, ഇന്ത്യ എല്ലാം അതിന് ബാക്ക് ചെയ്യും. പഴയതുപോലെ രഹസ്യമായിട്ടൊരു ബാക്ക് ചെയ്യേണ്ട ആവശ്യം ഇന്ത്യക്ക് പോലും ഇല്ല ഇപ്പോൾ.
പരസ്യമായിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും അവരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതൊരു അനിവാര്യമായ ഘടകമാണ്. കാരണം ഇറാൻ വീണാൽ ഒരുപക്ഷെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ തന്നെയാകും. അത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം അവർ നടത്തുന്നതും. കാരണം ഈ അമേരിക്ക ഇറാൻ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഒരിക്കലും പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ കഴിയും. അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് വരികയാണെങ്കിൽ അവർ അടുത്ത ലക്ഷ്യം യാതൊരു ഡൗട്ടുമില്ല അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യക്കും ഒന്നും ഈ ഒരു മേഖലയിൽ പിന്നെ ഒരു പിടുത്തമില്ലല്ലോ അവരുടെ ഇതിൽ. അപ്പം ഇനി വരാൻ പോകുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകാൻ പോകുന്ന രാജ്യവും അഫ്ഗാനിസ്ഥാൻ തന്നെയായിരിക്കും. അഫ്ഗാനിസ്ഥാൻ അതിനുള്ള നടപടികളും ഇപ്പൊ തുടങ്ങും. കാരണം അവർ പരസ്യമായിട്ട് ഇറാനെ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ്. ഞങ്ങൾ അമേരിക്കക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട്. അതായത് ഇതാണ് ഇനി ഒരു സാധ്യത നിലനിൽക്കുന്നത്. ജിയോ പൊളിറ്റിക്സിന്റെ ആ ഒരു പിക്ചർ മാറുകയാണ് എന്നുള്ളതാണ്. ഇവിടെ പാകിസ്ഥാൻ ഒരു ആശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ ഒരു ആശ്വാസ രാജ്യമായിരുന്നു ഇറാൻ. കാരണം ആശ്വസിപ്പിക്കാനും ഇറാന്റെ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള സംഘർഷമായാലും ഇന്ത്യയായിട്ടുള്ള സംഘർഷമായാലും ഒക്കെ കുറച്ചൊക്കെ രമ്യതപ്പെടാൻ പണ്ട് കാലത്ത് സഹായിച്ചിരുന്നെങ്കിൽ അവരുടെ ഒരു ആശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇനി ട്രംപിന്റെ എന്താണ് ഇനി മുമ്പോട്ടുള്ള പോക്ക്? ട്രംപിന്റെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം ട്രംപിന്റെ അല്ല അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരിതൊന്നും അധിക നാൾ കൊണ്ടു നടക്കുന്ന ഒരു ടീമൊന്നുമല്ല. അവർക്കിപ്പം എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യം അവർ പൂർത്തീകരിക്കുക. അതിനുശേഷം അവർ മടങ്ങിപ്പോവുകയാണ്. പിന്നെ ആ രാജ്യം എന്താകുന്നോ പിന്നെ അവിടെ എന്ത് നടക്കുന്നോ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ബോംബ് പൊട്ടാനും അല്ലെങ്കിൽ വെടിവെപ്പ് നടക്കുന്നതൊക്കെ നമ്മളിപ്പോ വാർത്തകളിൽ വരുന്നതാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. നല്ല കാലത്ത് ഒരുപാട് ദ്രോഹവും ചതിയും വഞ്ചനയും കൊലപാതകവും ഒക്കെ ചെയ്ത് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വലിയ കോടീശ്വരന്മാരെ പണക്കാരായിട്ട് വിലസി നടക്കുന്ന കാഴ്ചയാണ്. അവരുടെ ഈ അവസാന കാലത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറുണ്ടത്. എന്താണ് അവർ ഈ പ്രായമായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടിയും മറ്റുള്ളവരുടെ തെറികെട്ടും തല്ലുപിടിച്ചും ഇല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലായിരിക്കും. അത് അവരെന്തായിരുന്നു അത് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കർമ്മ എന്ന് പറയുന്നൊരു സാധനം അവരിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് അമേരിക്കയ്ക്ക് ആദ്യമായിട്ടല്ല. അവരുടെ വേൾഡ് ട്രേഡ് സെന്ററൊക്കെ അവർ വളർത്തിവിട്ടവർ തന്നെയാണ് അത് തകർത്തത്. അത് മറ്റൊരു ചരിത്രം. ഇപ്പൊ ഇങ്ങനെ വരുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇതിങ്ങനെ ആകാനാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ ഇതാണ്. ഇറാൻ പൂർണ്ണമായി തകർന്നാൽ അഫ്ഗാൻ മറ്റൊരു ഇറാനായി മാറും. ഒപ്പം തന്നെ ഈ അമേരിക്ക വിചാരിക്കുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് ഇറാൻ പിടിച്ചെടുത്ത് അവിടെ ഭരണം കൊടിനാട്ടി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഇത് രണ്ടും യാഥാർത്ഥ്യവുമാകാൻ പോകുന്ന കാര്യമാണ്.